ഹായ് നമസ്കാരം. അപ്പോ അനിൻ ജോസ് പെരേര ഷോയിലേക്ക് സ്വാഗതം. ഇതിനിടയ്ക്ക് അങ്ങനെ ഒരു സാധനം ഇറക്കിയോ? ഇന്ന് നമ്മുടെ മുമ്പിലേക്ക് ഗസ്റ്റ് ആയിട്ടിരിക്കുന്നത് നമ്മുടെ ആറട്ടണൻ സന്തോഷ് വാക്കിയാണ്. ഹായ്. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. താങ്കൾ പറയുന്നു ലാലേട്ടനും മമ്മൂക്കയെക്കാട്ടും ഇൻസ്റ്റാഗ്രാമിൽ റീച്ച് ഉള്ള താങ്കൾക്കാണ്. റീച്ച് ഉണ്ട്. ഓക്കെ, മനുഷ്യന്മാരെ ഇങ്ങനെ അങ്ങോട്ട് പുകഴ്ത്തരുത്. അഹങ്കാരം മൂത്തമൂത്ത് ചിതയായി പോകും. താങ്കൾ എന്തിനോടെങ്കിലും അഡിക്റ്റ് ആണോ? ഇല്ലല്ലോ, ഒന്നോടും ഇല്ല. എനിക്ക് ആകെ ഒരു അഡിക്ഷനുള്ള ക്രഷിനോട് മാത്രമേ ഉള്ളൂ. ക്രഷ് ജോൺ എന്നോട് എപ്പോഴും പറയാറുണ്ട്, സ്ത്രീ വിഷയങ്ങളിലൊന്നും ചെന്ന് ചാടരുന്നും പറ്റും. പക്ഷെ എന്ത് ചെയ്യാൻ സെറീന, സ്ത്രീകൾ എന്നും എന്റെ വീക്ക്നെസ് ആയിപ്പോയി. ഇത് പൃഥ്വിരാജ് ചളി പറഞ്ഞിട്ടുള്ളൂ ഇന്റർവ്യൂകളിൽ. എത്ര വീട്ടുകളിൽ ചളി പറഞ്ഞിട്ടുണ്ട്. അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞതല്ല, പിന്നീട് വരെ അവസരം കിട്ടിയില്ലെങ്കിൽ. പൃഥ്വിരാജ് വലിയ ഇന്റലിജന്റ് സംസാരിക്കുമെങ്കിലും ഈ പറയുന്ന അത്ര കഴിവും ബുദ്ധി പുള്ളിക്കിട്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. കാരണം പുള്ളി എമ്പുരാനിൽ കാണിച്ചിരിക്കുന്നത് കാണണം. ഈ തള്ളു മാത്രമേ ഉള്ളൂ. തള്ളു രാജൻ ഞാൻ വിളിക്കുന്നത്. പിന്നെ താങ്കളെ ആൾക്കാർ ഗേ ആണെന്ന് പറയുന്നുണ്ട്. ഞാൻ ഗേ. ഞാൻ എന്ത് തെറ്റ് കേട്ട കർത്താവെ, എന്റെ മേലിങ്ങനെ ആണിയടിച്ചു കയറ്റണേ. അതിനെപ്പറ്റി താങ്കളുടെ അഭിപ്രായം? ഗേ ഒന്നല്ല, ഗേ ആവും മോശ കാര്യമൊന്നല്ല. പക്ഷെ ഞാൻ ഗേ അല്ല. അയ്യോ ആശാനെ, ഇയാൾ അത്രക്കാരനല്ല. അപ്പൊ താങ്കളും ഞാനും തമ്മിൽ ഗേ ആണെന്ന് ആൾക്കാർ പറയുന്നുണ്ട്. അതിനോട് താങ്കൾ എന്താ പറയാനുള്ളത്? അയ്യേ, ഞാൻ അത്രക്കാരനല്ല കുട്ടി. ഗോസിപ്സ് ഉണ്ട്. ലാലേട്ടനും ആനി ബിംബനും ഗേ ആണ് പറഞ്ഞ ഗോസിപ്സ് എല്ലാം ഉണ്ട്. ആ പറഞ്ഞവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. കല്യാണം കഴിക്കാൻ ജീവിച്ചോടെ എത്ര പേര് കല്യാണം കഴിക്കാൻ ജീവിക്കുന്നു? എന്റെ കല്യാണം പറഞ്ഞ നമ്മുടെ പേഴ്സണൽ ചോയ്സ് ആണ്. എന്റെയൊക്കെ ഒരു 18 വയസ്സ് വരെ എന്റെ കൂടെ ഒരുപാട് ഗേൾ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഒന്ന് പോവാണ്ട് അവിടെ നോണെങ്കിൽ കേൾക്കാൻ നല്ല രസമുണ്ട്. എനിക്ക് ആൽബർട്ട് ഐൻസ്റ്റീനെ പോലെയോ ബർട്ടൺ റസലിനെ പോലെ ഒരു ഇന്റലക്ച്വൽ സെലിബ്രിറ്റി ആവാൻ ആഗ്രഹമുണ്ട്. ഒരു ബുദ്ധിജീവി ആ രീതിയിൽ പോകാൻ താല്പര്യമുണ്ട്. എന്നോട് പലരും പറഞ്ഞത് എന്റെ ഫ്രണ്ട് സർക്കിളിൽ നിന്ന് മാറി നിന്നാൽ മാത്രമേ കല്യാണം നടക്കൂ. അത് എന്നോടും പറയാനുണ്ട്. നിങ്ങളുടെ മാറിക്കണോ? എന്നോടും പറയുന്നത് അതാണ്. നിങ്ങളെ അടുപ്പിക്കരുത്, കലക്കിയ പറയണം. അതല്ല ഉദ്ദേശം. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ.